എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു മുന്നറിയിപ്പ് വീഡിയോയാണ്. ഇത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെൻറ്, അതായത് ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് വന്നതിന് ശേഷം നിങ്ങൾ റോഡുകളിലേക്ക് ശ്രദ്ധിച്ചോ? റോഡുകൾ മുഴുവൻ ഭയങ്കര ബ്ലോക്കല്ലേ? വാഹനങ്ങളിങ്ങനെ മുട്ടി നിൽക്കുകയല്ലേ? കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ 2020 KSRTCക്ക് 6500 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. അതിപ്പോൾ ഒരു 4000 കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബസ്സുകൾ ഓടാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ലെന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് KSRTCയുടെ എണ്ണം ഒരു 4000-ൽ താഴെയായിട്ട് കുറഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു 3000 മുതൽ 3200 വരെ ഉള്ളെന്നാണ് പറയപ്പെടുന്നത്. 2011 പ്രൈവറ്റ് ബസ്സിൻ്റെ എണ്ണം സർവീസ് നടത്തിയിരുന്നത് 34,000 ബസ്സുകളുണ്ടായിരുന്നു. 2020 അത് 12,600 കുറഞ്ഞു. 2025 അത് 9,000 കുറഞ്ഞു. 2026 അതായത് ഇപ്പോൾ അത് 7,000-ൽ താഴെയായിട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല, ഓരോ മാസവും സർവീസുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സർവീസുകൾ കുറയാനുള്ള കാരണം പ്രധാനമായിട്ടും KSRTCയിലെ വനിതകളുടെ സൗജന്യ യാത്ര മൂലം, സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ ഇടിവ് മൂലമുണ്ടായ വരുമാന നഷ്ടം മൂലമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ കൂടെ കടന്നു പോകുന്ന റോഡുകളിൽ പോലും നിരന്തരമായ ബ്ലോക്കാണ്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ സർവീസ് മേഖല. ആ സർവീസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ പൊതുജനത്തിന് അവരുടെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു. അതായത് ചിലവ് കുറച്ച് കൂടിയാലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസരം ഉണ്ടായി. അതുകൊണ്ട് എന്താ സംഭവിച്ചു? വീടുകളിലുണ്ടായിരുന്ന സകലമാന വാഹനങ്ങളും നിരത്തുകളിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ റോഡുകൾ നിരന്തരം ബ്ലോക്കാകാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം, ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമായതിനു ശേഷം ഡ്രൈവിംഗ് പഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളിൽ ഒരു ഭൂരിപക്ഷം ആളുകളും വഴിയിലിറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകും. ഞാൻ ഇന്നലെ കേക്കറോഡ് യാത്ര ചെയ്യുമ്പോൾ ഈ വെളിച്ചാനിക്കിപ്പുറത്ത് ഒരു വലിയ വളവുണ്ട്. സീറ്റോ അപകടം ഉണ്ടാകുന്നൊരു വളവാണ്. ആ വളവിന് ഒരു കാറ് കുത്തിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പുറകോട്ടെടുക്കാനും മുന്നോട്ടെടുക്കാനും ഒക്കെ ഒത്തിരി താമസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു മിക്കവാറും അതൊരു സ്ത്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഒരു 5-6 മിനിറ്റ് എടുത്ത് ആ വാഹനം തിരിച്ചെടുക്കാൻ. അന്നേരത്തേനും അങ്ങേറ്റവും ഇങ്ങേറ്റവും എല്ലാം ഭയങ്കര ബ്ലോക്കായി. ഞങ്ങൾ കയറി വന്ന് നോക്കുമ്പോൾ ശരിയാണ്, ഒരു സ്ത്രീയാണ്. എവിടെയിട്ട് തിരിക്കരുത് എന്ന് പോലും അവർക്കറിയത്തില്ല. ഇനി ഇങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മുടെ ഇവിടുത്തെ വാഹനങ്ങളിലുള്ള ഇന്ധനങ്ങൾക്കെല്ലാം ഫോസിൽ ഇന്ധനങ്ങളെന്നാണ് പറയുന്നത്. അതായത് പെട്രോൾ ആണേലും ഡീസൽ ആണേലും ഇനി മണ്ണെണ്ണയാണെങ്കിൽ പോലും ഇതെല്ലാം ക്രൂഡ് ഓയിലിനകത്തുനിന്ന് എടുക്കുന്ന ഇന്ധനങ്ങളാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ പ്രധാനമായിട്ടും പെട്രോളും ഡീസലും കത്തുമ്പോൾ വാഹനങ്ങളുടെ പുകക്കുഴലിലൂടെ വെളിയിലോട്ട് വരുന്ന പുകയ്ക്കകത്തുള്ള മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പ്രധാനമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും. പക്ഷെ രണ്ടാമത് വരുന്ന പ്രധാന വാതകം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. ഇതൊരു കൊടിയ വിഷമാണ്. പിന്നെ ഉള്ളത് ഈ കത്താതെ പോകുന്ന ഇന്ധനത്തിൻ്റെ തന്മാത്രകൾ, അതിനെ ഹൈഡ്രോ കാർബൺ എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകൾ. ഇത് കണ്ടമാനമായി കഴിഞ്ഞാൽ ആസിഡ് മഴയായിട്ട് പെയ്യും. തന്നെയുമല്ല, ശ്വാസകോശ രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. പിന്നെയുള്ളത് സൾഫർ ഡൈ ഓക്സൈഡ്. ഇതും നല്ല വാതകങ്ങളല്ല. ഇതുകൂടാതെ ധാരാളം വിഷവാതകങ്ങൾ ചെറിയ അളവിൽ ഈ പുകയ്ക്കകത്തുനിന്ന് വരുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ കിണറിനകത്തോട്ട് ഈ വെള്ളം പറ്റിക്കുന്ന പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരെണ്ണം ഇറക്കി വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാൽ അത് നിർത്തിയതിന് ശേഷം ഉടനെ തന്നെ ഒരാൾ കിണറ്റിലോട്ട് ഇറങ്ങിയാൽ ആ ആൾ ഉറപ്പായിട്ടും മരിച്ചു പോകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഇന്ധനം കത്തിയപ്പോൾ അതിൻ്റെ പുകയ്ക്കകത്ത് നിന്ന്
കാർബൺ മോണോക്സൈഡ് ഉള്ളത് പുറത്ത് വന്ന് ആൾ ശ്വസിക്കുന്നത് കൊണ്ടാണ് ആൾ മരിക്കാനിടയാകുന്നത്. അതായത് ഒരു ചെറിയ എഞ്ചിനിൽ നിന്ന് വരുന്ന പുകയ്ക്കകത്തുള്ള കാർബൺ മോണോക്സൈഡിന് ഒരാളിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ ഇത്രത്തോളമുള്ള ലക്ഷക്കണക്കിന് എഞ്ചിനുകളിൽ നിന്ന് വരുന്ന വിഷവാതകങ്ങൾക്ക് എത്ര ആളുകളെ രോഗികളാക്കി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലെന്നാക്കാൻ കഴിയും? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ വാഹനങ്ങളുടെ പുക ശ്വസിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും മാരകമായ രോഗങ്ങൾ വരാൻ ഇത് കാരണമാകും. ഈ പുക ഇങ്ങനെ അനിയന്ത്രിതമായാൽ ആസിഡ് മഴ വരെ പെയ്യാം. അങ്ങനെ പെയ്ത ചരിത്രമുണ്ട്. ഡൽഹി നഗരത്തിലൊക്കെ വാഹനങ്ങളുടെ പുക മൂലം അന്തരീക്ഷം വളരെ ഇരുണ്ടു പോകുന്നതും കാഴ്ചകൾ മറയുന്നതും നമ്മൾ കാണാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡൽഹിയിലൊക്കെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകന് സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ പയ്യന് ഡൽഹിയിലെ കാലാവസ്ഥ പിടിക്കാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുക കൊണ്ട് ആസ്മയുടെ പ്രശ്നങ്ങളുണ്ടായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കേരളത്തിൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഈ വലിയ പുക വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടാക്കും. ഈ വിഷയങ്ങൾ നമ്മൾ അലക്ഷ്യമായി തള്ളിക്കളഞ്ഞുകൂടാ. കാരണം ഇതിൻ്റെ എല്ലാം പുറകിലൊരു സയൻസ് ഉണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. അതിനൊന്നും തെറ്റുവരികയില്ല. അപ്പം നമ്മളൊന്ന് കൂട്ടി നോക്കിയേ. ഒരു ബസ്സിൽ 50 സീറ്റുകളാണ് പൊതുവെ ബസ്സുകളിലുള്ളത്. ഇപ്പോഴത്തെ പുതിയ ചില ബസ്സുകളിലൊക്കെ ഇച്ചിരി കുറവുണ്ടെങ്കിലും നേരത്തെ ലൈലൻഡിൻ്റെ ടാറ്റയുടെയൊക്കെ ബസ്സുകളിൽ 50 സീറ്റ് 52 സീറ്റൊക്കെയാണ് ഉള്ളത്. ഇരുന്ന് പോകാൻ അത്ര സൗകര്യമുണ്ട്. ആവശ്യം വന്നാൽ അവർക്കൊരു 50 പേരെ നിർത്തിക്കൊണ്ട് പോകാനും സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ബസ് നിരന്തരം ഇങ്ങനെ ഓടുമ്പോൾ അതിൽ നിറഞ്ഞ ആളുണ്ടെങ്കിൽ ഒരു 50 മുതൽ 100-ലധികം ആളുകളെ എപ്പോഴും കയറ്റി ഇറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇനി ആ ഒരു ബസ്സിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു കാറിലേക്ക് കയറുകയാണെങ്കിൽ ഇടിച്ചു കുത്തിയിരുന്നാൽ 5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഒരു 4 പേരാണ് കാറിൽ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഒരു വീട്ടിൽ നിന്ന് എപ്പോഴും 5 പേര് യാത്ര ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്കപ്പോഴും ഈ വീടുകളിലുള്ള ആളുകൾക്ക് പലർക്കും പല സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു വീട്ടിൽ നിന്ന് തന്നെ 1-ലധികം വാഹനങ്ങൾ വേണ്ടി വരും. പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും 1-ലധികം പ്രാവശ്യം പോകേണ്ടിയും വരും. ഇപ്പോൾ ഭാര്യയെ രാവിലെ കൊണ്ട് വിടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ട് വിട്ടാൽ വൈകിട്ട് അവിടുന്ന് തിരിച്ചുകൊണ്ട് വരണം. മക്കളെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരണം. അപ്പോൾ ഇങ്ങനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടമാനം യാത്രകൾ വരികയും ആ പോകുന്ന വഴിക്കെല്ലാം ഈ വിഷപ്പുക പുറത്തോട്ട് തള്ളുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു ബസ് പോകുന്ന സ്ഥലത്ത് അതിൽ യാത്ര ചെയ്യുന്ന 100-ലധികം ആളുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ചിലപ്പോൾ 30, 40, 50 അതിലധികമോ ഇരുചക്ര, മുച്ചക്ര, 4 ചക്ര വാഹനങ്ങൾ ഓടേണ്ടി വരും. തമിഴ്നാട്ടിലാണ് ഏറ്റവും ചെറിയ വണ്ടി ലൂണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഇച്ചിരൂടെ വലുത് MIT ഉണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോൾ മീൻകാരുടെ പോലും MIT ഇല്ല. ഏറ്റവും ചെറിയ ബൈക്കുകൾ പോലും 100 cc എങ്കിലും പവറുള്ള എൻജിനെന്ന് പറയാം. ഈ എൻജിൻ പോലും സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പുക ഒരു ചെറിയ ഏരിയയിലേക്ക്, ഒരു മുറിയിലേക്കോ ഒരു കിണറിലേക്കോ ഒക്കെ വിട്ടിട്ട് അവിടെ നിറഞ്ഞു കഴിഞ്ഞ് അത് അടച്ചു നിർത്തിയിട്ട് അതിനകത്തൊരാൾ കയറി കുറച്ചു നേരം ഇരുന്നാൽ മരിക്കും. അത് ഉറപ്പാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ പല കാറുകൾക്കകത്തും ആളുകൾ ഇരുന്ന് മരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അതിനകത്തേക്ക് ഈ വിഷപ്പുക ഏതെങ്കിലും വിധത്തിൽ കയറുന്നോണ്ടാണ്. ഇപ്പോഴത്തെ മാരുതിയുടെ ഒരുമാതിരിപ്പെട്ട കാറുകൾക്കൊക്കെയും പെട്രോൾ കാറിനൊക്കെയും 1000 cc മുതൽ 1200 cc വരെയാണ് എൻജിൻ പവർ. ഇന്നോവയ്ക്കൊക്കെ ഒരു 2500 മുതൽ 2800 വരെയൊക്കെയാണ് അതിൻ്റെ എൻജിൻ്റെ പവർ. ഈ ക്രിസ്റ്റയ്ക്കൊക്കെ 2400 ഇപ്പം. ടൊയോട്ട ഫോർച്യൂണറിനൊക്കെ 3000 മുതൽ 3500 cc വരെ എൻജിൻ പവറുണ്ട്. ബസ്സിനൊക്കെ ഒരു 5000 cc മുതൽ 13000 cc വരെ എൻജിൻ പവർ ഉള്ള എൻജിനുകൾ ഇന്ത്യയിൽ ഓടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ പുറത്തോട്ട് വരുന്ന പുകയ്ക്കകത്തുള്ള വിഷവാതകങ്ങൾ നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറയെയും നമ്മുടെ പരിസ്ഥിതിയെയും കാര്യമായി ബാധിക്കും. കാര്യം പറഞ്ഞാൽ ഈ സൗജന്യ യാത്ര ആസ്വദിക്കുന്ന വനിതകൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് പറയുന്നത് ചെറിയ തോതിലൊരു സത്യമാണെങ്കിലും സ്വകാര്യ ബസ് മേഖലയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപജീവനമാർഗം കൂടെ ഇല്ലാതാകുന്നു എന്നൊരു മറുഭാഗം കൂടി അതിനുണ്ട്.
തന്നെയുമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ വനിതകളുടെ സ്വകാര്യ യാത്ര മൂലം അല്ലെങ്കിൽ വനിതകളുടെ സൗജന്യ യാത്ര മൂലം കൊടിയ നഷ്ടം ഉണ്ടാകും. ഇനി സർക്കാരെന്ന് പറഞ്ഞാൽ ആരാ? മുഖ്യമന്ത്രി വി ഡി സതീശനും ബാക്കി കുറേ മന്ത്രിമാരും കുറേ ഉദ്യോഗസ്ഥന്മാരുമാണോ? അല്ല, അത് സർക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ പൊതുജനമാണ്. ഈ സർക്കാരിന് വരുന്ന കൊടിയ നഷ്ടം പലിശയായും നികുതിയായും പിന്നെ സെസ്സുകളായും പിഴകളായും ഇവിടുത്തെ പൊതുജനത്തിൽ നിന്ന് തന്നെ സർക്കാർ കൊള്ളയടിക്കും. ഈ ഭാരങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ വഹിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇവിടുത്തെ ആളുകൾ മാരകമായ നിത്യരോഗികളാകുകയും ചെയ്യും. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, മലയാളികൾക്ക് വിവരമുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, 2-3 കിറ്റ് പലചരക്ക് സാധനത്തിന് വേണ്ടി വോട്ട് വിറ്റ മലയാളിക്ക് വിവരമുണ്ടെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് കിടന്ന് 5 വർഷം അനുഭവിച്ച നരകയാതന നമ്മൾ കണ്ടതല്ലേ? ഇതാണ് മലയാളിയുടെ വിവരവും വിദ്യാഭ്യാസവും. ഇനി ഇതിനെന്താ പരിഹാരം? ആരോഗ്യ മേഖലയിലുണ്ടാകുന്ന ഈ പ്രതിസന്ധിക്ക് എന്താ പരിഹാരം? ഇതിന് നമ്മുടെ മുമ്പിലുള്ള മാതൃക സിംഗപ്പൂർ എന്ന രാജ്യമാണ്. അവരവിടെ പൊതുഗതാഗതം ശക്തമാക്കി. രാജ്യത്തുടനീളം ബസ് സർവീസുകളും മെട്രോ ട്രെയിനുകളും വ്യാപകമാക്കി. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി സ്വകാര്യ വാഹനങ്ങൾക്ക് അതിഭീകരമായ നികുതി ഏർപ്പെടുത്തി. അത് ചിലപ്പം കേരള ഗവൺമെൻറ്റിലുള്ളവർക്ക് കേൾക്കുന്ന വലിയ സന്തോഷമായിരിക്കും. വീണ്ടും 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 നികുതി കൂട്ടിയാൽ പിന്നെയും കൊള്ളയടിക്കാമല്ലോ എന്ന്. പക്ഷേ അവിടെ നികുതി സ്വകാര്യ വാഹനങ്ങൾക്ക് കൂട്ടിയത് ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ മേടിച്ച് അധികം ഉപയോഗിക്കാതെ പൊതുഗതാഗതത്തിൽ കയറിപ്പോകാൻ വേണ്ടിയാണ്. ആളുകൾക്ക് രാജ്യത്തെവിടെയും സുഗമമായി യാത്ര ചെയ്യാവുന്ന വിധത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ശക്തമാക്കി. ഏത് രാത്രിയിലും എവിടെയും എത്തിച്ചേരാവുന്ന വിധം അവിടെ സിംഗപ്പൂരിലെ പൊതുഗതാഗതം ശക്തമാക്കി. രാത്രി സമയത്തൊക്കെ ചിലപ്പോൾ ചില സർവീസുകളൊക്കെ നഷ്ടം വന്നേക്കാം, എപ്പോഴും ആളുകൾ ഒരുപോലെ കാണണമെന്നില്ലല്ലോ. പക്ഷേ ഗവൺമെൻറ്റിന് ആരോഗ്യരംഗത്ത് മുടക്കുന്ന പണത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു. കാരണം നല്ല അന്തരീക്ഷം വന്നപ്പോൾ രോഗികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ 40,000 മുതൽ 50,000 വരെ ബസ്സുകൾ സർവീസ് നടത്താനുള്ള റോഡുകൾ നമുക്കുണ്ട്. ഈ റോഡുകളിൽ പരമാവധി ബസ്സുകൾ സർവീസ് നടത്തിയാൽ, അതിനുള്ള സാഹചര്യങ്ങൾ ബസ്സുടമകൾക്ക് ഒരുക്കി കൊടുത്താൽ, ആളുകൾ ഒരു പരിധിവരെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കും. സൗകര്യങ്ങളായിക്കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് വേണമെങ്കിൽ വിവിധ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത്, പൊതുഗതാഗതം ശക്തമാണെങ്കിൽ ആളുകൾക്ക് സുഗമമായി എവിടെയും എത്തിച്ചേരാനുള്ള വാഹന സൗകര്യം ഏത് സമയത്തും ഉണ്ടെങ്കിൽ ആളുകൾ ഈ ബ്ലോക്കിനകത്തൂടെ കുത്തിത്തിരികി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ തയ്യാറാകുകയില്ലെന്ന് തന്നെയാണ് സത്യം. പൊതുവെ മലയാളി ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? എനിക്കെന്ത് കിട്ടും എന്നാണ്. ഈ മലയാളിയുടെ മൊത്തത്തിലൊരു ചിന്ത തന്നെ അതാണ്. ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കക്കുന്നുണ്ട്, അതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ആരെക്കൊണ്ടും കഴിയല്ല. അതുകൊണ്ട് കിട്ടാവുന്നതിൽ എന്തെങ്കിലുമൊക്കെ എനിക്കും കൂടെ പോരട്ടെ എന്നാണ് പൊതുവെ മലയാളിയുടെ ഒരു ചിന്ത. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ചെറിയ ലാഭം നാളത്തെ മാരകമായ രോഗത്തിൻ്റെ ചികിത്സയുടെ ഒരംശത്തിന് തികയല്ല എന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കണം. അപ്പോൾ എന്തു ചെയ്യണം? ഒന്നാമതായി മലയാളികളോട് ഭരിക്കുന്ന നേതൃത്വത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഭരിക്കുന്നവരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഭരിക്കുന്നവർ മന്ദബുദ്ധികളല്ല എങ്കിൽ നിങ്ങൾ ഈ വനിതാ സൗജന്യ യാത്ര ഉടനടി നിർത്തലാക്കണം. പൊതുഗതാഗതം ശക്തമാക്കി നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കണം. സബ്സിഡികൾ കൊടുത്ത് നിലനിർത്തണമെങ്കിൽ കൊടുക്കണം. പൊതുഗതാഗതത്തിന് പരമാവധി നികുതികൾ കുറച്ചു കൊടുക്കണം. പരമാവധി സർവീസുകൾ ഇലക്ട്രിക് ബസ്സുകളും പെട്രോൾ ഹൈബ്രിഡ് ബസ്സുകളും ആക്കണം. ഇലക്ട്രിക് വാഹനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. സോളാർ വൈദ്യുതി യാതൊരു നികുതികളും ഇല്ലാതെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പൊതുജനങ്ങളെ അനുവദിക്കണം. അതിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് നോക്കരുത്. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വ്യക്തികൾക്ക് പലിശരഹിത വായ്പകൾ ഗവൺമെൻറ് അനുവദിക്കണം. അലർജി രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ശ്വാസകോശ ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ ഒക്കെ വർദ്ധിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം മൂലമാണ്.
ഗവൺമെൻറ് ആശുപത്രികൾ പണിയുകയും ആരോഗ്യ മേഖലയിലേക്ക് കൂടുതൽ പണം മുടക്കുകയും അല്ല ചെയ്യേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങളുടെ റൂട്ടുകൾ, അടിവേരുകൾ കണ്ടെത്തി അവ അറുത്തു മാറ്റുക സർക്കാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ ബസ് സർവീസ് മേഖല ശക്തിപ്പെടുത്തിയേ മതിയാവും. ഇന്നത്തെ വനിതാ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയ ലോബികൾ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട വലിയ സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിമാർ വാങ്ങിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അവർക്കെല്ലാം ആവശ്യത്തിന് രോഗികൾ വേണ്ടേ? അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഈ പരിസ്ഥിതി മലിനീകരണം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, തമിഴ്നാട്ടിലെ ആശുപത്രികൾ ഈ അമേരിക്കൻ കമ്പനി പോയി വാങ്ങിയില്ലല്ലോ, കർണാടകത്തിലെ ആശുപത്രികൾ ഈ അമേരിക്കൻ കമ്പനികൾ വാങ്ങിയില്ലല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം? ഞാൻ മനസ്സിലാക്കുന്നത് 27 28 ആശുപത്രികൾ ഇവരിപ്പം വാങ്ങിയിട്ടുണ്ട്, അമേരിക്കൻ ഭീമന്മാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആശുപത്രികളെല്ലാം രോഗികൾ വേണ്ടേ? അതിൻ്റെ പുറകിലേക്കുള്ള ചില കളികൾ ഇതിനകത്തുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ വനിതാ സൗജന്യ യാത്രയുടെ പുറകിൽ ഇങ്ങനെ ഒരു കളിയുണ്ടോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയക്കാർക്ക് ആരോടും ഒരു പ്രതിബദ്ധതയില്ലാത്തവരാ. അവർക്ക് അവരുടെ കാര്യം മാത്രം. ഇവരിൽ മിക്കർക്കും വിദേശങ്ങളിൽ എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ട്. അവരുടെ മക്കളിൽ ഭൂരിപക്ഷവും വിദേശത്ത് ജോലി ചെയ്യുന്നവരാ. അവരെ സംബന്ധിച്ച് പരമാവധി ഇവിടുന്ന് ഉണ്ടാക്കി കടത്തുക എന്നല്ലാതെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല. അവരിൽ മിക്കരുടെ ചികിത്സയും വിദേശത്താണ് താനും. ഇവിടെ അന്തം പിള്ളേരോട് പറയും കുത്തകയാ മറ്റേതാ മാങ്ങാത്തൊലിയാന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് സമരം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവർ ചികിത്സയ്ക്ക് അങ്ങോട്ട് പോകും. ഇതാണ് യാഥാർത്ഥ്യം. ഇതല്ലേ യാഥാർത്ഥ്യം? നമ്മളൊന്നും കൂടെ ചിന്തിച്ചേ, നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ദേശീയ നേതാക്കന്മാരിൽ നല്ലൊരു ശതമാനത്തിനും അവർക്ക് കൂടുതലും വിദേശ രാജ്യങ്ങളുമായിട്ടാണ് ഇടപാടുകൾ. അവർ ഭൂരിപക്ഷ സമയങ്ങളും വിദേശ രാജ്യങ്ങളിൽ കൂടെയൊക്കെയാണ്. ഇങ്ങനെയുള്ളവർ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജനത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ബാക്കി പത്രമാണോ ഇന്നത്തെ ഈ ബ്ലോക്കിൻ്റെ പുറകിലുള്ള കളിയെന്ന് നമ്മൾ ചിന്തിക്കണം. ശരിക്കും പറഞ്ഞാൽ വിദേശികളുടെ ബുദ്ധി ഏത് രീതിയിലൊക്കെയാണ് കളിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പി വരുത്തേണ്ടതല്ലേ എന്ന വിഷയം മലയാളികളുടെ മുമ്പിലേക്ക് വെക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് അധികാരികളെ നമുക്ക് അറിയിക്കുകയും ഉണർത്തിക്കുകയും ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് നമുക്കൊരു പൂർണ്ണമായ വിജയം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.